ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദേവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, നമുക്ക് ഭഗവത്ഗീത കഴിഞ്ഞ പ്രാവശ്യം 2-ാം അധ്യായം 15-ാമത്തെ ശ്ലോകം വായിച്ചു. നമുക്കിന്ന് അതിൽ പറയുന്നത് എന്താ? അല്ലയോ പുരുഷ ശ്രേഷ്ഠ, നമ്മളൊക്കെ തന്നെയാണ് ഈ പുരുഷ ശ്രേഷ്ഠന്മാർ. ഭക്തന്മാരെ ഇവിടെ അർജുനന് കൊടുക്കുന്ന ഉപദേശം നമുക്ക് തരുന്നതാണ്. അപ്പോൾ എന്താ ഭഗവാൻ പറയുന്നത്? സർവ ദുഃഖങ്ങളെയും സഹിച്ചുകൊണ്ട് നിരന്തരം ബ്രഹ്മനിഷ്ഠയോടുകൂടി ഏതൊരുത്തനാണ് കൈവല്യത്തെ സമ്പാദിക്കുന്നത്, അവൻ തന്നെയാണ് പുരുഷോ ഉത്തമൻ. അത് സ്ത്രീയായാലും പുരുഷനായാലും അവിടെ പുരുഷ എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് നമ്മുടെ ഈ ജീവിത രീതിയിൽ എത്രമാത്രം ദുഃഖ ദുരിതങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം സഹിച്ചും കൊണ്ട് ഈശ്വരനെ പ്രാപിക്കണം എന്ന് ആർക്കാണ് അത്രമാത്രം ബ്രഹ്മനിഷ്ഠ ഉള്ളത്? എന്തും സഹിക്കുക. ഇത് ഇവിടെ ഈ പ്രപഞ്ചം അങ്ങനെ ഉള്ളതാ, ദുഃഖ ദുരിതങ്ങൾ നിറഞ്ഞതാ. രാത്രിക്ക് പകൽ എന്നതുപോലെ സർവ്വതും സുഖദുഃഖങ്ങൾ ഇതൊന്നും ഉള്ളതാണ്. അപ്പോൾ അത് സഹിച്ചും കൊണ്ട് ഈശ്വരനുള്ള ചിന്ത ആർക്കാണ് കൈവല്യത്തെ സമ്പാദിക്കാൻ പറ്റുന്നത്? അതിൻ്റെ നിരന്തരമായി ബ്രഹ്മനിഷ്ഠ ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരുത്തനാണ് പുരുഷോ ഉത്തമൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവ സുഖദുഃഖങ്ങളെ തുല്യമായി വിചാരിക്കുന്നവനും വിവേകിയുമായ യാതൊരു പുരുഷനെ വ്യസനിപ്പിക്കുന്നില്ലയോ അവൻ മോക്ഷത്തിന് യോഗ്യനാകുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. നമുക്ക് 16-ാമത്തെ ശ്ലോകം വായിക്കാം. അപ്പം നമുക്ക് കൈവല്യത്തിന് വേണ്ടി ആരാണ് ഈ ലോക ജീവിതം സഹിച്ചും കൊണ്ട് പരമാത്മാവിനെ അറിയുന്നത്, മോക്ഷത്തിന് അർഹ? അതാണ് പുരുഷോ ഉത്തമൻ അല്ലെങ്കിൽ ഉത്തമി. നമുക്ക് 16-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് നോക്കാം. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ടോ അന്തസ്ത്വനയോസ്തത്വദർശിഭി. അതായത് ഇവിടെ പറയുന്നു, ഇല്ലാത്തതിന് ഉണ്ട് എന്ന അവസ്ഥയില്ല. ഇല്ലാത്തത് എന്താണ്? ഇവിടെ ഈ പ്രപഞ്ചം എല്ലാം ഇല്ലാത്തതാ, നശിക്കുന്നതാ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം പോകും. അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്. നമ്മളെല്ലാം ഇവിടെ ഇല്ല. നാളെ നമ്മൾ ഒരു സമയത്ത് ഇവിടെ ഒന്നും തന്നെ കാണത്തെ, ഓരോന്നോരോന്നോരോന്നായി വന്നും പോയി നിൽക്കുന്നു. അങ്ങനെയുള്ള ഉണ്ട് എന്ന അവസ്ഥയില്ല. അപ്പം നമ്മളെല്ലാവരും ഉണ്ട് എന്ന് പറയത്തില്ല. എല്ലാം ഇല്ല. കാരണം ഇവിടെ എല്ലാം നശിക്കുന്ന പ്രപഞ്ചം. ഈ പ്രകൃതി മഹാമായയുടെയാണ് ഇതെല്ലാം, ഭഗവാന്റെ മായ തന്നെ. അത് മായ എന്ന് പറയുന്നത് നശിക്കുന്നത് കൊണ്ടാണ് ഇത് മായ എന്ന് പറയുന്നത്, ഉള്ളതല്ലാത്തതുകൊണ്ട്. നമ്മൾ കൺകെട്ട് വേല ഈ എന്തോ പറയുന്ന ഓരോരുത്തർ വന്ന് എന്തെല്ലാം ഇല്ലാത്തത് നമുക്ക് കാണിച്ച് നട്ടിച്ച് കഴിയുമ്പോൾ അവരുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? ഈ ഒരു തുണിയെടുത്ത് പിന്നെ പ്രാവായിട്ട് കാണിക്കും, അതവിടെ ഉള്ളതാണോ? അതങ്ങ് പോകും. എന്താ? അത് മായ. ആ മായയാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ടാണ് ഇവിടെ മായ എന്ന് പറയുന്നത്. അപ്പം മായ എല്ലാം ഇല്ലാത്തതാ, ഇവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കുന്നതാ. അത് എന്തുകൊണ്ട് നശിച്ചു പോകുന്നു? ഇല്ലാത്തത് കൊണ്ട്. പെട്ടെന്നുണ്ടാകും, അത് അപ്പോഴേ അങ്ങ് പോകും. ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും അത് പോകും. അതുകൊണ്ട് ഇവിടെ ഇല്ലാത്തതിന് ഉണ്ട് എന്ന അവസ്ഥയില്ല, ഉള്ളതിന് ഇല്ലായ്മയുമില്ല. ഉള്ളതെന്താണ്? പരമാത്മാവായ സത്യം, ഉണ്മ, ഈശ്വരൻ്റെ അവസ്ഥ. ആനന്ദ സ്വരൂപനായിരിക്കുന്ന ആ പരമാത്മാവാണ് ഉള്ളത്. അതിന് ഇല്ല എന്നുള്ള അവസ്ഥയും ഇല്ല. ഇവ രണ്ടിൻ്റെയും സൂക്ഷ്മ തത്വത്തെ അറിയുന്നവരാൽ അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് രണ്ടിൻ്റെയും യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഉള്ളതെന്താണ്? ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിനു നാശമില്ല. ഈ കാണുന്നതാണ് ഉള്ളത്, ഈ ഉള്ളതൊന്നും ഉള്ളതല്ല. എന്നാൽ ഉള്ളതിനോ എന്താ ഉള്ളത്? പരമാത്മാവ്, അതിന് നാശമില്ല. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിനു നാശമില്ല. കള്ളമല്ല തള്ളലായി നടന്നിടേണ്ടയാരുമേ, ഉള്ളിലുറ്റുണർന്നിരിക്കും ഈശ്വരൻ വസിപ്പതേ, ഉള്ളിലുറ്റുനോക്കുവിൻ മുകുന്ദരാമ പാഹിമ. അപ്പം നമ്മുടെ ഉള്ളിൽ ഉറ്റു നോക്കുമ്പോൾ പരമാത്മ ചൈതന്യം അതുണ്ട്, അതാണ് ഉള്ളത്, അത് നശിക്കത്തില്ല. അല്ലാത്ത ഈ ദേഹം എടുത്ത പ്രപഞ്ചം മൊത്തം ഓരോ ശരീരങ്ങളാണ്. ഒരു വൃക്ഷമായാലും ശരീരമാണ്, മനുഷ്യനും മൃഗങ്ങളും എല്ലാം ശരീരമാണ്. ഒരു പുഴുവായാലും
എന്തുവാ ഇതെല്ലാം നശിക്കുന്നത്? ബ്രഹ്മാവ് തൊട്ട് ഒരു പുൽക്കൊടി വരെ എല്ലാം നശിക്കും. പക്ഷെ ആ ഉള്ളതെന്താവുക, ആ ഉണ്മ, ആ ചൈതന്യം, അത് മാത്രമേ പരമാത്മാവായിട്ടുള്ളൂ. അതിന് മാത്രം നാശമില്ല. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇല്ലാത്തതിന് ഉണ്ട് എന്ന അവസ്ഥയില്ല, ഉള്ളതിനാണെങ്കിലോ ഇല്ലായ്മയുമില്ല. അപ്പോൾ ഈ ഉള്ള ഉണ്മ എന്നുള്ളത് ഇല്ലാത്തതല്ല, അത് ഉള്ളതാണ്. ഇവ രണ്ടിൻ്റെയും സൂക്ഷ്മ തത്വം. അപ്പോൾ ഇത് യഥാർത്ഥം എന്താണെന്ന് അമ്മക്കൊക്കെ മനസ്സിലായോ? ഈ പ്രപഞ്ചമായിട്ട് കാണുന്ന മൊത്തവും നശിക്കുന്നതാണ്. അതിനെ തിരിച്ചറിഞ്ഞിട്ട് എന്താണ് ഇവിടെ ഉള്ളത്? ഈശ്വരൻ തന്നെ മാത്രം. ആനന്ദ സ്വരൂപനായിരിക്കുന്ന പരമാത്മാവ് മാത്രമേ ആ ഉണ്മ, ആ ചൈതന്യം അത് കാരണം ഭഗവാൻ അവതരിക്കുന്ന ഏത് രൂപം, ഭഗവാൻ കൃഷ്ണനായാലും എന്ത് രൂപം എടുത്ത് ഇവിടെ പരമാത്മാവ് അവതരിച്ചാലും അതും ദേഹം എടുത്തതുകൊണ്ട് അതും നശിക്കുന്നു. ആ ചൈതന്യമൂർത്തി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ദേഹം എടുത്തിട്ടുണ്ടോ, അത് നാശമുണ്ട്. അപ്പോൾ പ്രപഞ്ചം മൊത്തവും നശിക്കുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഓരോ ശരീരം ഓരോ അവസരമായപ്പോൾ എല്ലാം നശിക്കും. അത് ഇല്ലാത്തതാണ്. എന്നാൽ ഉള്ളത് എന്താണ്? അത് പരബ്രഹ്മമാണ്. അതിന് മാത്രമേ നാശമില്ലാതെ ഉള്ളൂ എന്നാരാണ് അറിയുന്നത്? അത് ആ സൂക്ഷ്മ തത്വം അങ്ങനെ അറിയുന്നവരാൽ അറിയപ്പെട്ടിട്ടുണ്ട്. സർവ അധിഷ്ഠാനഭൃതമായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ യാഥാർത്ഥ്യത്തെ, സത്യജ്ഞാന ആനന്ദാത്മകമായിരിക്കുന്ന അബാധിത സ്വരൂപത്തെ സദാ സർവത്ര ദർശിപ്പാൻ ശീലമുള്ളവർ ബ്രഹ്മവിത്തുക്കൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ സത്യജ്ഞാന ആനന്ദാത്മകമായിരിക്കുന്ന അബാധിത സ്വരൂപം മാത്രമേ നമുക്ക് സർവദാ ദർശിപ്പാൻ ഉള്ളൂ. അതാരാണത് ശീലമാക്കുന്നത്? അവരാണ് യഥാർത്ഥ ബ്രഹ്മവിത്തുകൾ. അതായത് ഈ മാഹാത്മ്യത്തെ അറിയുന്നവർ. അതാണ് മോക്ഷത്തിന്, കൈവല്യത്തിന് അർഹരായവർ. അവർക്ക് മാത്രം ഇതിനെ തിരിച്ചറിവ്, ഈ രണ്ടിൻ്റെയും അറിവ് ആർക്കാണ് ഉള്ളത്? അപ്പോൾ ഈ പരമാത്മാവിനെ എല്ലാത്തിലും സർവത്ര ദർശിക്കുന്നത്, അങ്ങനൊരു ശീലം ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. അതിനെ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്കാണ് ഇതേ പുരുഷ ഉത്തമൻ എന്ന് നമ്മൾ പറയുന്നത്. അവർക്ക് ഇതിൽ രണ്ടിൻ്റെയും യഥാർത്ഥം തത്വം മനസ്സിലാക്കണം. അതാണ് ഇതിൽ പറയുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഉള്ളതും ഇല്ലാത്തതും എന്താ ഇപ്പം മനസ്സിലായോ? ഈ കാണായത് മൊത്തവും നമ്മുടെ ഈ പുറം കണ്ണുകൊണ്ട് കാണുന്നതൊക്കെയും പോകും. ചൈതന്യത്തെ മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. അത് അരൂപിയാണ്. അത് മാത്രം നിലനിൽക്കും. അതാണ് ഈശ്വര പരബ്രഹ്മമാകുന്ന നിഷ്കള പരബ്രഹ്മ വസ്തു എന്ന് പറയുന്നത്. നമുക്ക് 17ാമത്തെ ശ്ലോകം കൂടെ വായിക്കാം. അവനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശ അവ്യസ്യാസ്യ ന കച്ചിൽ കർത്തൃ അർഹതി. ഇതെല്ലാം ഏത് വസ്തുവിനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ, അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്? ഈ നശിക്കുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നതാണ്. ഇത് എല്ലാം നമ്മളെ കണ്ണുകൊണ്ട്, നമ്മുടെ പുറമേ ഉള്ള, അകക്കണ്ണല്ല പുറമേ ഉള്ള കണ്ണുകൊണ്ട് കാണുന്ന ഈ പ്രപഞ്ചം എല്ലാം ഏത് വസ്തുവിനാലാണ് വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്? അതായത് പരമാത്മാവാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഏത് വസ്തുവാണ്? നിഷ്കള പരബ്രഹ്മ വസ്തുവിനാലാണ് ഇത് മൊത്തവും ഇവിടെ വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സർവവ്യാപിയായ പരബ്രഹ്മത്തെ നാശമില്ലാത്തതെന്നറിയുക. അപ്പോൾ ഈ സർവ്വതും ഇവിടെ സൃഷ്ടി നടത്തി, ഇവിടെ എല്ലാം, ഇവിടെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ, നമുക്ക് എവിടെ നോക്കിയാലും ഇതെല്ലാം പരബ്രഹ്മം സൃഷ്ടിച്ച വസ്തുവകകളാണ്. ഇതെല്ലാം ഇത് നശിക്കുന്നതാണ്. ഇത് സർവത്ര വ്യാപിയായി പരബ്രഹ്മത്തെ, അങ്ങനെ ഇരിക്കുന്ന സർവ്വവ്യാപിയായ പരബ്രഹ്മത്തെ, അപ്പോൾ ഇത് മൊത്തവും വ്യാപിച്ചിരിക്കുന്നത് ആരാണ്? പരബ്രഹ്മമാണ് ഇതെല്ലാം വ്യാപിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. നാശമില്ലാത്തതെന്ന് അറിയുക. അപ്പം ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ആരാ? പരബ്രഹ്മം. ഈ പരബ്രഹ്മത്തിന് മാത്രമേ നാശമില്ലാത്തതായി ഉള്ളൂ. അതാണ് ഇതെല്ലാം ഈ ലോകത്തുള്ള കാണുന്നതെല്ലാം തന്നെ ഏത് വസ്തുവിനാൽ, അതായത് പരബ്രഹ്മത്തിനാലാണ്. ഈശ്വര പരമാത്മാവാണ് ഇതിലെല്ലാം നിറഞ്ഞിരിക്കുന്നത്. അത് മാത്രമേ, അത് കാരണമാണ് ഇവിടെ മൊത്തവും എല്ലാത്തിലും ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അതെല്ലാം ഇവിടെ വ്യാപിച്ചിരിക്കുന്നു. ഇതെല്ലാം ആ പരമാത്മാവ് തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സർവ്വവ്യാപിയായ പരബ്രഹ്മത്തെ, അപ്പം പരബ്രഹ്മം ഇവിടെ മൊത്തവും നിറഞ്ഞിരിപ്പുണ്ട്. എന്താ കാരണം? ഇതെല്ലാം പരബ്രഹ്മത്തിൽ നിന്നുണ്ടായതായതുകൊണ്ടാണ്. നമ്മളെല്ലാം അതിൻ്റെ ഓരോ വിത്തുകളാണ്. അതായത് നമ്മളെല്ലാം മക്കളാണ്. വൃക്ഷമായാലും പരമാത്മാവിൻ്റെ മക്കളാണ്. നമ്മളെല്ലാം നാനാ കാര്യങ്ങളും ഈശ്വരൻ്റേതാണ്. അതുകൊണ്ടാണ് സർവ്വതും ഇവിടെ വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അത് എവിടെ നിന്നാണ്? ഏത് വസ്തുവിൽ നിന്നാണ്? പരബ്രഹ്മത്തിൽ നിന്ന്.
അങ്ങനെ ഇരിക്കുന്ന സർവ്വവ്യാപിയായ പരബ്രഹ്മത്തെ നാശമില്ലാത്തെന്ന് അറിയുക. അപ്പോൾ ഈ പരബ്രഹ്മത്തിന് മാത്രമേ, നിഷ്കളവസ്തു പരബ്രഹ്മം എന്ന് പറയുന്ന ആ പരമാത്മാവിന് മാത്രമേ നാശമില്ലാത്തതായുള്ളൂ. ആ പരമാത്മാവിൽ നിന്നുണ്ടായ സർവ്വതും ഇവിടെ ഈ കാണപ്പെടുന്ന എല്ലാം നശിക്കും. അതുകൊണ്ട് അവ്യയമായ അതിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യവുമല്ല. ആരെയാ? പരമാത്മാവായ ആ ചൈതന്യമൂർത്തിയെ ആർക്കും നശിപ്പിക്കാൻ സാധ്യവുമല്ല. ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ മൊത്തം വ്യാപിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചം മൊത്തവും, ഈ ലോകം, ത്രിലോകത്തിലും വ്യാപിച്ചിരിക്കുന്ന സർവ്വതും പരമാത്മാവിൽ നിന്നുണ്ടായതാണ്, വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം ദർശിക്കുമ്പോൾ, നമ്മൾ ഇതിലെല്ലാം നോക്കുമ്പോൾ ആരെയാ കാണേ? ഈശ്വരനെ, പരമാത്മാവിനെ. ഒരു ഇല കണ്ടാലും, ഒരു പക്ഷിയെ കണ്ടാലും, ഒരു നായയെ കണ്ടാലും, പൂച്ചയെ കണ്ടാലും, ഒരു മനുഷ്യനെ കണ്ടാലും, ഇതിലെല്ലാം ആരാ അതിലെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത്? ആ ഈശ്വര ചൈതന്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആരെ നോക്കിയാലും പരമാത്മാവാണെന്ന് നമ്മൾ ദർശിക്കണം, കാണണം. അതാണ് ആനന്ദ സ്വരൂപൻ. അപ്പോൾ ആ പരമാത്മാവാണ് എല്ലാത്തിലും നമ്മൾ മനസ്സിലാക്കണം. എന്നാലോ ആ ഈശ്വര ചൈതന്യം മാത്രമേ ലോകത്ത് നിലനിൽക്കൂ. ബാക്കി ഈ ദേഹം എടുത്ത സർവ്വതും നശിക്കുകയും ചെയ്യും. എല്ലാം നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം ഈശ്വര ചൈതന്യമാണല്ലോ, ഇതെല്ലാം പരമാത്മാവാണല്ലോ വ്യാപിച്ചിരിക്കുന്നത് പ്രപഞ്ചം മൊത്തവും എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് അവ്യയമായ അതിനെ, ആ പരമാത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ മനസ്സിലായോ മക്കൾക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞുതരാൻ അറിയത്തുള്ളൂ മക്കളെ. ഇത് അപ്പോൾ ഇങ്ങനെ കാണായത് മൊത്തവും ഈശ്വര ചൈതന്യമാണ്. എന്താ കാരണം? ഭഗവാന്റെ മക്കളായ എല്ലാ ഈ ഒരു പുൽക്കൊടി തൊട്ട് ബ്രഹ്മാവ് വരെ. അപ്പോൾ ഇതിനെല്ലാം വ്യാപിച്ചിരിക്കുന്നത് ഈശ്വരനാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും നോക്കുമ്പോഴും കാണുമ്പോഴെല്ലാം, ഒരു ചെടി കണ്ടാലും, ഒരു പുഷ്പം കണ്ടാലും, ഒരു പക്ഷിയെ കണ്ടാലും ഇതെല്ലാം ഈശ്വര ചൈതന്യത്തിൽ ഉള്ളതാണ്. അത് പരമാത്മാവിൻ്റെ തന്നെ സന്തതികളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കാണണം? അത് ഈശ്വരനായി തന്നെ കാണണം. അങ്ങനെ സർവത്ര എല്ലാത്തിലും അങ്ങനെ ദർശിക്കണം നമ്മൾ. അങ്ങനെ ഉള്ളതാണ് ഒരു മുമുഷു, എന്താ പറയുക, ഒരു യഥാർത്ഥ ജ്ഞാനി അങ്ങനെ ആകണം. കാരണം ഈശ്വര ചൈതന്യമാണല്ലോ സർവ്വതും വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഈശ്വരൻ്റെ സന്തതികളാകുമ്പോൾ നമ്മളെല്ലാം ഏകമാണ്, ഒന്നാണ് എന്നുള്ള ചിന്ത. അപ്പോൾ നമുക്ക് ആരെയും തള്ളി മാറ്റാൻ പറ്റുമോ? അത് ക്രിസ്ത്യാനിയാണ്, ഇത് മുസ്ലിമാണ്, ഇത് ഹിന്ദുവാണ്, അല്ലെങ്കിൽ ഇത് പക്ഷിയാണ്, ഇത് പട്ടിയാണ് എന്ന് നമ്മൾ തള്ളിക്കളയാൻ പറ്റുമോ? എല്ലാം ഈശ്വര ചൈതന്യത്തിലുള്ള ഈശ്വരൻ്റെ മക്കളല്ലേ. അപ്പോൾ നോക്കുന്നതെല്ലാം പരമാത്മാവിൻ്റെ അംശമായി നമ്മൾ കാണണ്ടേ. അപ്പോൾ നമ്മൾ എത്രമാത്രം ആനന്ദിക്കണം. അതാണ് ഒരു സന്യാസിക്ക് വേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു തന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.